നമസ്കാരം. ഏറ്റുമാനൂരിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി വീട്ടമ്മയും രണ്ടു മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാരും വീട്ടുകാരും. പാറോലിക്കൽ സ്വദേശിയായ ഷൈനി കുര്യൻ, മക്കളായ അലീന, ഇവാന എന്നിവർ ഒരുമിച്ച് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കുടുംബ വഴക്കും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഇവരെ ഒരുമിച്ച് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. അമ്മയും സഹോദരിമാരെയും നഷ്ടമായതോടെ മൂത്ത മകനും ആകെ തകർന്ന നിലയിലാണ്. ഇറാഖിൽ മൈനിങ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ്. ഇയാൾ ഇപ്പോൾ നാട്ടിലുണ്ട്. ഭർത്താവ് പതിവായി ഷൈനിയുമായി വഴക്കിടുമായിരുന്നു. ഉപദ്രവം തുടങ്ങിയതോടെ 9 മാസം മുൻപ് 2 പെൺകുട്ടികളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോന്നു. മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസം. നോബിയുമായി ബന്ധം വേർപെടുത്തുന്നതിന് കേസ് നൽകിയിരുന്നു. എന്നാൽ ഹിയറിംഗിന് നോബി എത്തിയിരുന്നില്ല. നോബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഭർത്തൃവീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അയൽക്കൂട്ടത്തിൽ നിന്നും ലോൺ എടുത്ത് പണം നൽകിയിരുന്നു ഷൈനി. എന്നാൽ ബന്ധങ്ങൾ വഷളായതോടെ ഈ പണം തിരിച്ചടക്കേണ്ട ബാധ്യത ഷൈനിയുടെ തലയിലായി. ഇതുമായി ബന്ധപ്പെട്ട് അയൽക്കൂട്ടക്കാർ പരാതി നൽകിയതോടെ കേസും കൂട്ടവുമായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും ഷൈനിയെ അലട്ടിയിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ജോലിക്ക് പോകാനും ഷൈനി തയ്യാറായി. BSc നഴ്സായ ഈ വീട്ടമ്മയെ വിവാഹശേഷം ജോലിക്ക് പോകാൻ ഭർത്താവ് അനുവദിച്ചിരുന്നു. ഇതോടെ വീട്ടിൽ ഒതുങ്ങിയ ഇവർ ജീവിതത്തിലെ ആവശ്യഘട്ടത്തിൽ ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ പലരും കൈവിട്ടു. ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇവർ ഇടവകയുടെ തന്നെ വമ്പൻ ഹോസ്പിറ്റലായ കാരിത്താസിൽ ഒരു ജോലിക്കായി പരിശ്രമിച്ചെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ പക്ഷേ 12 വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞ് കാരിത്താസും ജോലി നിഷേധിച്ചു. 1 കൊല്ലം ഫ്രീയായി ജോലി ചെയ്താൽ പരിഗണിക്കാം എന്ന് പറഞ്ഞ് അഭ്യർത്ഥന തള്ളിയതായി ആക്ഷേപമുണ്ട്. ഭർത്താവിന്റെ ബന്ധുവായ വൈദികനാണ് ജോലി കിട്ടുന്നതിൽ ഉടക്കുവെച്ചതെന്നാണ് ആരോപണം. എന്നാൽ ഇത്തരം പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിലും ആശുപത്രി അധികൃതർ ഇത് നിഷേധിക്കുന്നു. ഷൈനിക്ക് നഴ്സിംഗ് അസിസ്റ്റൻസ് ജോലി നൽകാമെന്ന് അറിയിച്ചുവെന്നാണ് കാരിത്താസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു സ്ഥാപനത്തിൽ അവർക്ക് ജോലി ലഭിച്ചിരുന്നുവെന്നും കാരിത്താസ് വ്യക്തമാക്കി. സ്വന്തം വീട്ടിൽ അമ്മ രോഗബാധിതയായതും മറ്റു പിന്തുണകൾ ലഭിക്കാത്തതുമാണ് കടുങ്കൈ ചെയ്യാൻ ആ മാതാവിനെയും മക്കളെയും പ്രേരിപ്പിച്ചത്. ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത പണവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് ഒതുക്കാനും ബന്ധുവായ വൈദികൻ ഉടക്കുമായി നിന്നുവെന്ന് ആരോപണമുണ്ട്. ഇതുകൂടാതെ മറ്റിടങ്ങളിൽ ഷൈനി ജോലിക്ക് ശ്രമിച്ചപ്പോൾ ഇതിന് ഇടങ്കോലിട്ടതും ഇതേ വ്യക്തിയാണെന്ന് ആക്ഷേപമുണ്ട്. ജീവിതത്തിൽ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ സഹായമായി ആരും എത്താതിരുന്നതുമായിരുന്നു ഷൈനിക്ക് മുന്നിലെ പ്രതിസന്ധി. ഷൈനിയുടെ മരണം ജ്ഞാനായ ഗ്രൂപ്പുകളിലെല്ലാം ചർച്ചയായിട്ടുണ്ട്. വിദ്യാഭ്യാസമുണ്ടായിട്ടും സ്വന്തം സമുദായത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു തൊഴിലവസരത്തിനുള്ള കരുണ പോലും ലഭിക്കാതെ ജീവിതം വഴിമുട്ടിയപ്പോൾ ഇവർ ചെയ്തു പോയതാണ് എന്ന വിധത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാകണം ആ പെൺമക്കളും ജീവനൊടുക്കാൻ റെയിൽവേ ട്രാക്കിൽ എത്തിയത്. റെയിൽവേ പാളത്തിൽ 3 ആളും കെട്ടിപ്പിടിച്ച് പാളത്തിലിരിക്കുന്ന കാഴ്ച നെഞ്ചു തകർത്തെന്ന് ലോക്കോ പൈലറ്റ് പറയുന്നതും വാർത്തകളിൽ വന്നിരുന്നു. ഇന്നലെ പുലർച്ചെ 5:20 ഇവരുടെ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി പാറോലിക്കൽ റെയിൽവേ ട്രാക്കിലാണ് ജീവനൊടുക്കൽ സംഭവിച്ചത്. ട്രെയിൻ പലതവണ ഹോൺ മുഴക്കിയിട്ടും മാറാതെ ട്രാക്കിൽ തന്നെ മക്കളെയും കെട്ടിപ്പുണർന്ന് നിൽക്കുകയായിരുന്നു അമ്മ. നിമിഷങ്ങൾക്കകം തന്നെ ട്രെയിൻ ഇടിച്ച് അവർ തെറിച്ചുപോയി. ഛിന്നഭിന്നമായ ശരീരഭാഗങ്ങൾ പലയിടത്തു നിന്നുമാണ് പോലീസുകാർ എടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാരിത്താസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും പതിവ് പോലെ മക്കളുമായി പള്ളിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. വരാൻ താമസിച്ചതോടെ വീട്ടുകാർ തിരഞ്ഞിറങ്ങി. പിന്നീടാണ് ഇവർ ട്രെയിൻ തട്ടി മരിച്ചതായി അറിയുന്നതെന്ന് ഷൈനിയുടെ പിതാവ് പറഞ്ഞു. സ്കൂളിലും പള്ളിയിലുമെല്ലാം മിടുക്കരായിരുന്ന ആ ഓമന മുഖമുള്ള കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ലെന്നാണ് നാട്ടുകാരും പറയുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ വീടിനടുത്തുള്ള ചെറുപുഷ്പം ആശ്രമത്തിൽ കുർബാനയ്ക്കായി മൂവരും പോകുമായിരുന്നു. അമ്മയുടെ 2 കൈകളിലും പിടിച്ചാണ് കുട്ടികൾ പോകുന്നതും തിരികെ വരുന്നതും. സ്നേഹത്തോടെ അവർ അമ്മയും ഒത്തു വരുന്നതും ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ലെന്നും അയൽവാസികൾ പറയുന്നു.